നമുക്കിന്ന് പഠിക്കുന്നത് നമ്മളെ മൗലികാവകാശം ഒരു ഭാഗം എടുത്ത് നിർത്തി. ഈ രണ്ടാമത്തെ ഭാഗമായിട്ടാണ് പറയുന്നത്. ആദ്യം നമുക്ക് പതിപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ബേസിൽ തുടങ്ങാം. ഒന്ന്, മൗലിക അവകാശങ്ങൾ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. മൗലിക അവകാശങ്ങൾ എന്നാൽ. ഒന്നാമത്തത്, ന്യായീകരിക്കാനാവുന്നവ. ന്യായീകരിക്കാൻ കഴിയും, അതായത് നീതീകരിക്കാൻ കഴിയും അല്ലേ? നമ്മുടെ അതായത് മൗലികാവകാശം നമുക്ക് നഷ്ടപ്പെട്ടാൽ കോടതിയിൽ എന്ത് ചെയ്യാം? സമീപിക്കാൻ പറ്റും. അടുത്ത പറയുന്നത് സമ്പൂർണമായവ. മൗലികാവകാശം സമ്പൂർണമാണോ? അല്ല അല്ലേ? സമ്പൂർണം അല്ല. നമുക്ക് എവിടെ വേണോ സഞ്ചരിക്കാം എന്ന് പറഞ്ഞു അല്ലേ? എവിടെ വേണോ സഞ്ചരിച്ചൂടെ? സഞ്ചരിക്കാം. പക്ഷെ അതിനൊരു പരിധിയില്ലേ അല്ലേ? നിയന്ത്രിതമായ സ്ഥലങ്ങളിലല്ലേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മൗലികാവകാശങ്ങൾ. അടുത്തത് നെഗറ്റീവോ പോസിറ്റീവോ ആവാം. മൗലികാവകാശങ്ങൾ നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. കൂടുതലും ഏതാണുള്ളത്? നെഗറ്റീവ്. മൗലികാവകാശങ്ങളിൽ കൂടുതലും ഉണ്ടത് നെഗറ്റീവ്. നമുക്ക് ഡയറക്റ്റ് കേൾക്കുമ്പോൾ അതെല്ലാം പോസിറ്റീവ് സെന്റൻസ് ആയിട്ട് തോന്നാം. അതായത് നമ്മൾ ആർട്ടിക്കിൾ 12 പറഞ്ഞില്ലേ, എന്താ? സ്റ്റേറ്റിന്റെ നിർവചനം. മൗലികാവകാശങ്ങളിൽ പല ഭാഗത്തും പറയുന്നു ഇന്ന കാര്യങ്ങളിൽ സ്റ്റേറ്റ് ചെയ്യരുത്, ഇടപെടരുത് അല്ലേ? പൗരന്മാരുടെ ഇന്ന അവകാശങ്ങളിൽ സ്റ്റേറ്റ് കൈകടത്തരുത് എന്നാണ് പറയുന്നത്. അത് എന്താണ്? നെഗറ്റീവാണ്. സ്റ്റേറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവാണ്. എന്നാൽ പലയിടത്തും പറയുന്നുണ്ട് സ്റ്റേറ്റ് ഇന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, പൗരന്മാർക്ക് ഇന്ന കാര്യങ്ങൾ അനുവദിക്കണം. അതെന്താണ്? പോസിറ്റീവാണ്. അപ്പൊ നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. കൂടുതലും ഏതാണുള്ളത്? നെഗറ്റീവാണത്. ഇനി അടുത്തത് ഭേദഗതി വരുത്താവുന്നവ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൗലികാവകാശം ഭേദഗതി വരുത്താൻ പറ്റുമോ? പറ്റും. എങ്ങനെ ഭേദഗതി വരുത്താൻ പറ്റുള്ളൂ? പാർലമെന്റിനെ ഭേദഗതി വരുത്താം അല്ലേ? ഈ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 368. ഭേദഗതി എന്ന ആശയം ഏത് രാജ്യത്ത് നിന്ന് കടമെടുത്തു? സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. ഭേദഗതി ഭാഗം ഏതിലാ? 20. ഭാഗം ഏതിലാണ്? 20. ആർട്ടിക്കിൾ ഏതാണ്? 368. ഏത് രാജ്യത്ത് നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ദക്ഷിണാഫ്രിക്ക അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഇനി പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടി മാത്രം പാസ്സാക്കാൻ കഴിയുന്നവയാണ് ഈ മൗലിക അവകാശങ്ങൾ. ഒന്നുകൂടെ കണക്ട് ചെയ്ത് പഠിച്ചോ. നിർദ്ദേശക തത്വങ്ങളും. ഓക്കെ, ഏതൊക്കെയാണ്? മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പാസ്സാക്കാൻ പറ്റുള്ളൂ അല്ലെ? പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ 3/2 ഭൂരിപക്ഷം. ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? സ്പെഷ്യൽ മെജോറിറ്റി. എന്താണ് സ്പെഷ്യൽ മെജോറിറ്റി? ഓക്കെ, ഒരു പ്രീവിയസ് നമ്മൾ പൗരത്വവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോഴൊക്കെ പഠിച്ചിട്ടുണ്ട്. പൗരത്വം ഏറ്റെടുക്കൽ, അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച് എന്ത് ഭേദഗതി മതിയാവും? ലളിതമായ ഭൂരിപക്ഷം, സിമ്പിൾ മെജോറിറ്റി മതിയാകും. ഓക്കെയാണോ? പൗരത്വം ഏറ്റെടുക്കൽ, അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച ഭേദഗതിക്ക് പാർലമെന്റിന്റെ ലളിതമായ ഭൂരിപക്ഷം മതിയാകും. ഓക്കെയാണോ? ഇനി നമുക്ക് ആർട്ടിക്കിളിലോട്ടാണ് പോവാം. കഴിഞ്ഞ പ്രാവശ്യം ആർട്ടിക്കിൾ 20 വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അടുത്ത ആർട്ടിക്കിൾ 21 നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? എന്താ? ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. ഒന്നുകൂടെ പറഞ്ഞേ, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഈ മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കുന്നത് ആർട്ടിക്കിൾ 21 മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കുന്നത് ആർട്ടിക്കിൾ 21. നിയമപരമായ നടപടികളിലൂടെ അല്ലാതെ ഒരാളുടെ ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ നിഷേധിക്കാൻ പാടില്ല എന്നെന്ത് പറയുന്നു? ഭരണഘടന പറയുന്നു. എങ്ങനെയാണ്? നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ഒരാളുടെ ജീവനോ വ്യക്തി സ്വാതന്ത്ര്യമോ നിഷേധിക്കാൻ പാടില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. ഇനി ഈ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നത് ഏത് ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 21. എന്താണ്? സ്വകാര്യതയ്ക്കുള്ള അവകാശം ആർട്ടിക്കിൾ 21 കീഴിൽ വരുന്നതാണ്. ഈ സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ച ഒരു കേസുണ്ട്. സ്വകാര്യത, പുട്ടസ്വാമി അല്ലേ? നമ്മളെ സ്വകാര്യമായ അഹങ്കാരമാണ് പുട്ട് അല്ലേ? രാവിലെ എണീച്ച് പുട്ട് കഴിക്കുന്ന നമ്മുടെ സ്വകാര്യതയല്ലേ? അപ്പൊ തിരിഞ്ഞു പോവോ? ഇല്ല. അപ്പൊ സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലികാവകാശങ്ങളിൽ പെടുന്നതാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ച കേസാണ് ഇത്. KS പുട്ടസ്വാമി കേസ്. ഏതാണ് കേസ്? KS പുട്ടസ്വാമി കേസ്. ഇനി
ആർട്ടിക്കിൾ 20 പറഞ്ഞു. ഇനി 21 പറഞ്ഞു അല്ലേ? അടുത്ത് 21A ഉണ്ട് കേട്ടോ. 21A എന്ന് പറയുമ്പോൾ അറിയാലോ, രണ്ടാമത് കൂട്ടിച്ചേർത്തതാണ്. കൂട്ടിച്ചേർത്തണമെങ്കിൽ എന്ത് വേണം? ഭേദഗതി വേണം. ഏത് വർഷം? 2002 എത്രാമത്തെ? 86ാമത്തെ ഭേദഗതി. 2002 86ാമത്തെ ഭേദഗതി. 21 A എന്താണ് പറയുന്നത്? സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. ഒന്നുകൂടെ പറയാം. 6 മുതൽ 14 വയസ്സ് വരെയുള്ള പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. അതായത് ആർട്ടിക്കിൾ 21 പറയുന്ന വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ്. ഏതാണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഈ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പാർലമെന്റ് പാസാക്കിയത് 2009 ഓഗസ്റ്റ് 4. പ്രീവിയസ് ആണ്. 2009 ഓഗസ്റ്റ് 4 ആര് പാസാക്കി? പാർലമെന്റ് പാസാക്കി. നിലവിൽ വന്നതും പ്രീവിയസ് ആണ്. 2010 ഏപ്രിൽ 1. വിദ്യാഭ്യാസത്തിനുള്ള അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. ഇനി ശ്രദ്ധിച്ചോ, ജീവിക്കുവാനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നതാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും. എന്താണ് പറഞ്ഞത്? ജീവിക്കാനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നതാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും. ഇങ്ങനെ സുപ്രീം കോടതി നിരീക്ഷിച്ച കേസാണ് ഉണ്ണികൃഷ്ണൻ JP കേസ്. ഏത് കേസാണ്? ഉണ്ണികൃഷ്ണൻ JP കേസ്. എന്താ പറഞ്ഞത്? ജീവിക്കാനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നതാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. കേസ് ഏതാണ്? ഉണ്ണികൃഷ്ണൻ JP കേസ്. ഇനി ഇതും കൂടെ ശ്രദ്ധിച്ചോ. ഇന്റർനെറ്റ് ഉപയോഗം വ്യക്തികളുടെ മൗലിക അവകാശത്തിൻ്റെയും വിദ്യാഭ്യാസ അവകാശത്തിൻ്റെയും ഭാഗമാണ്. ഒന്നുകൂടെ പറയാം. ഇന്റർനെറ്റ് ഉപയോഗം, നമുക്ക് ഇന്ന് കാലത്ത് ഇന്റർനെറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. ഇന്റർനെറ്റ് ഇല്ലാതെ വിദ്യാഭ്യാസം നേടാൻ പറ്റുമോ? ഇല്ല. അതാണ് പറയുന്നത്. ഇന്റർനെറ്റ് ഉപയോഗം വ്യക്തിയുടെ മൗലിക അവകാശത്തിൻ്റെയും വിദ്യാഭ്യാസ അവകാശത്തിൻ്റെയും ഭാഗമാണ്. ഏത് കേസ് എന്ന് വെച്ചാൽ ഫഹീമ ഷെറിനും സ്റ്റേറ്റ് ഓഫ് കേരളയാണ് കേട്ടോ. ഫഹീമ ഷെറിനും സ്റ്റേറ്റ് ഓഫ് കേരള. അപ്പൊ വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസ്സാക്കിയതെന്നു ചോദിച്ചാൽ 2009 ഓഗസ്റ്റ് 4. നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. ഇത് പിന്നീട് ഭേദഗതി ചെയ്തു കേട്ടോ. ഭേദഗതി ബില്ല് പാസ്സാക്കിയത് 2019 ജനുവരി 3. 2019 ജനുവരി 3. ഇതിന് പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ജനുവരി 10. അതാണ് ജനുവരി 10. പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ജനുവരി 10. അപ്പൊ വിദ്യാഭ്യാസ അവകാശ ഭേദഗതി ബില്ല് പാസ്സാക്കിയത് 2019 ജനുവരി 3. പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2019 ജനുവരി 10. ഇനി വിദ്യാഭ്യാസ അവകാശത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് 1-2 കമ്മിറ്റികളൂടെ പറയാം. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പഴയ കമ്മിറ്റികളാണ് കേട്ടോ. ഒന്ന് കേട്ടോ, തപസ് മജൂംദാർ കമ്മിറ്റി. ഏതാണ്? തപസ് മജൂംദാർ കമ്മിറ്റി. ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തെക്കുറിച്ച് പഠിക്കാനാണ്. വിദ്യാഭ്യാസം എന്ന് പൂർണ്ണമായി പറയണ ശരിയില്ല, കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയണം കേട്ടോ. കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശത്തെക്കുറിച്ച് പഠിച്ച ഒരു കമ്മിറ്റിയാണ് തപസ് മജൂംദാർ കമ്മിറ്റി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആർട്ടിക്കിൾ 21A കൂട്ടിച്ചേർക്കാൻ കാരണമായത്. അപ്പോൾ ആർട്ടിക്കിൾ 21A കൂട്ടിച്ചേർക്കാൻ കാരണമായ കമ്മിറ്റിയാണ് തപസ് മജൂംദാർ കമ്മിറ്റി. ഇനി ശ്രദ്ധിച്ചോ, പരീക്ഷയ്ക്ക് ജയിക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏത് എന്ന് ചോദിക്കാം. ഓക്കെ, ഇനി 2 പേരുടെ. ഒന്ന് മുഹിറാം സൈക്ക കമ്മിറ്റി. ഏതാണ്? മുഹിറാം സൈക്ക കമ്മിറ്റി. ഒന്നുകൂടെ പറയോ, മുഹിറാം സൈക്ക കമ്മിറ്റി. അടുത്തത് രാമമൂർത്തി കമ്മിറ്റി. ഏതാണ്? രാമമൂർത്തി കമ്മിറ്റി. കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ടൊരു റിപ്പോർട്ട് കൊണ്ടുവരുന്നത് രാമമൂർത്തി കമ്മിറ്റിയാണ്. അപ്പോൾ 3 കമ്മിറ്റികളാണ് കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത്. ഏതൊക്കെയാണ്? തപസ് മജൂംദാർ കമ്മിറ്റി, മുഹിറാം സൈക്ക കമ്മിറ്റി, രാമമൂർത്തി കമ്മിറ്റി. ഒരു പ്രാവശ്യം കൂടെ പറയാം. തപസ് മജൂംദാർ കമ്മിറ്റി, മുഹിറാം സൈക്ക കമ്മിറ്റി, രാമമൂർത്തി കമ്മിറ്റി. ഇതിൽ ആദ്യമായി കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക റിപ്പോർട്ട് കൊണ്ടുവന്ന ഏതാണ്? രാമമൂർത്തി കമ്മിറ്റി. 21A കൂട്ടിച്ചേർക്കാൻ കാരണമായ കമ്മിറ്റി എന്ന് ചോദിച്ചാൽ തപസ് മജൂംദാർ കമ്മിറ്റി. അപ്പൊ ആർട്ടിക്കിൾ 21 എന്താ പറഞ്ഞേ? ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. 21A എന്താ പറഞ്ഞേ? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം അല്ലെ? ജീവിക്കാനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നതാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഏത് കേസാ? ഉണ്ണികൃഷ്ണൻ JP കേസ്. ഓക്കെ, ഇന്റർനെറ്റ് ഉപയോഗം വ്യക്തികളുടെയും മൗലിക അവകാശത്തിൻ്റെയും വിദ്യാഭ്യാസ അവകാശത്തിൻ്റെയും ഭാഗമാണെന്ന് പറഞ്ഞത്
ഫഹീമ ഷെറിൻ. ഇന്റർനെറ്റ് ഉപയോഗം വ്യക്തികളുടെ മൗലിക അവകാശത്തിന്റെയും വിദ്യാഭ്യാസ അവകാശത്തിന്റെയും ഭാഗമാണ്. ഫഹീമ ഷെറിൻ അല്ലെ. പുട്ടസ്വാമി, KS പുട്ടസ്വാമി, സ്വകാര്യതയ്ക്കുള്ള അവകാശം മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചതാണ് പുട്ടസ്വാമി, KS പുട്ടസ്വാമി കേസ്. അടുത്തിനി പറയുന്ന ആർട്ടിക്കിൾ 22 എന്താ പറയുന്നത്? അന്യായമായ അറസ്റ്റിനും കരുതൽ തടങ്കലിനും എതിരായ അവകാശം. എന്താണ്? അന്യായമായ അറസ്റ്റിനും കരുതൽ തടങ്കലിനും എതിരായ അവകാശം. തിരിഞ്ഞു പോകല്ലോ. നമ്മൾ ആർട്ടിക്കിൾ 20 പഠിച്ചു. എന്താ? കുറ്റാരോപിതരുടെ അവകാശങ്ങൾ. എന്താണ്? കുറ്റാരോപിതരുടെ അവകാശം. ഒരു കുറ്റ ആരോപിതനായ ഒരു വ്യക്തിക്ക് 3 തരത്തിലുള്ള അവകാശങ്ങൾ നൽകുന്നു എന്ന് പറഞ്ഞു അല്ലേ? എന്താ പറഞ്ഞ? ഒന്ന്, കുറ്റം നടന്ന സമയത്ത് നിലവിലുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ത് ശിക്ഷ കൊടുക്കേണ്ടത്. 2, ഒരു കുറ്റത്തിന് ഒന്നിൽ കൂടുതൽ തവണ എന്ത് ചെയ്യുന്ന ശിക്ഷിക്കാൻ പാടില്ല. പിന്നെന്താ പറഞ്ഞേ? സ്വയം സാക്ഷിയാകാൻ പാടില്ല. 3 കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. കുറ്റം നടന്ന സമയത്ത് നിലവിലുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശിക്ഷ നൽകേണ്ടത്. ഒരു കുറ്റത്തിന് ഒന്നിലധികം കൂടുതൽ തവണ ശിക്ഷിക്കാൻ പാടില്ല. അടുത്ത്, സ്വയം സാക്ഷിയാകാൻ നിർബന്ധിക്കാൻ പാടില്ല എന്നും പറയുന്നു. ഇപ്പം പറഞ്ഞത് 22. അതിലെന്താ പറയുന്നത്? അന്യായമായ അറസ്റ്റിനും കരുതൽ തടങ്കലിനും എതിരായ സംരക്ഷണം. ഇനി ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു, അയാൾക്ക് എന്തൊക്കെ അവകാശങ്ങൾ കൊടുക്കണം എന്നാണ് പറയുന്നത്. ഒന്ന്, അറസ്റ്റിന്റെ കാരണം അറിയാനുള്ള അവകാശം അല്ലേ? അറസ്റ്റിന്റെ കാരണം അറിയാനുള്ള അവകാശം. ഇഷ്ടമുള്ള അഭിഭാഷകനുമായി ആലോചിക്കാനും അദ്ദേഹം മുഖേന കേസ് വാദിക്കാനുമുള്ള അവകാശം. എന്താ പറഞ്ഞേ? ഇഷ്ടമുള്ള അഭിഭാഷകനുമായി ആലോചിക്കാനും അദ്ദേഹം മുഖേന കേസ് വാദിക്കാനുള്ള അവകാശം അല്ലേ? അപ്പോൾ ഒന്നാമത് പറഞ്ഞു അറസ്റ്റിന്റെ കാരണം അറിയാനുള്ള അവകാശം. അപ്പോൾ നമ്മുടെ പോലീസ് വന്ന് പറയാണ് യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് നമ്മളടുത്ത് പറയണം അല്ലേ? അപ്പോൾ നമ്മൾ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ പോലീസ് എന്ത് ചെയ്യും? കാരണം പറയൂല. അപ്പോൾ നമുക്ക് കാരണം അറിയാൻ അവകാശമുണ്ട്. അപ്പോൾ നമ്മൾ അവരെ കൂടെ പോവില്ല. അവർ പിന്നെ കൊണ്ടുപോയിക്കോളും കേട്ടോ. നിങ്ങൾ പോയില്ലെങ്കിൽ എന്ത് ചെയ്യും? അവര് കൊണ്ടുപോയിക്കോളാം. നമുക്ക് കാരണം അറിയാനുള്ള അവകാശമൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യും? അതൊക്കെ അവർ പറയാൻ നിൽക്കുന്ന, അതായത് വാറന്റ് നമുക്ക് തരണം. ഇനി വാറന്റ് നമ്മൾ വായിച്ചു നോക്കി, നമുക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ പോവേണ്ട ആവശ്യമുണ്ടോ? പോണ്ട. എങ്കിലും അവരെന്ത് ചെയ്യും? കൊണ്ടുപോയിക്കോളും. എന്നെ അറിഞ്ഞുകൂടെന്നും പറഞ്ഞ് നമുക്ക് നിൽക്കാൻ പറ്റില്ല കേട്ടോ. അവർ കൊണ്ടുപോയിക്കോളും. അപ്പോൾ അറസ്റ്റിന്റെ കാരണം അറിയാൻ നമുക്ക് എന്തുണ്ട്? അവകാശം ഉണ്ട്. പിന്നെ ഇഷ്ടമുള്ള അഭിഭാഷകനുമായി ആലോചിക്കാനും അദ്ദേഹം മുഖേന കേസ് വാദിക്കാനുള്ള അവകാശമുണ്ട് അല്ലേ? നമ്മൾ അറസ്റ്റ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ നമ്മൾ അഭിഭാഷകൻ എവിടെയൊക്കെയാണ്? അമേരിക്കയിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? അമേരിക്കയിൽ പോയിട്ട് വന്നിട്ട് കീഴടങ്ങാം അല്ലേ? സമ്മതിക്കുമോ? ഞാൻ നിങ്ങളെ ബുദ്ധി പരീക്ഷിച്ച് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഏറെക്കുറെ ഓക്കെയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് സംവരണം കിട്ടും കേട്ടോ. അടുത്ത് 24 മണിക്കൂറിനകം തൊട്ടടുത്തുള്ള മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതാണ്. അറസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയെ 24 മണിക്കൂറിനകം ഇവിടെ ചോദ്യം ചോദിക്കണോ? വേണ്ട അല്ലേ? 24 മണിക്കൂറിനകം തൊട്ടടുത്തുള്ള മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതാണ്. അപ്പം 3 അവകാശങ്ങളുണ്ട്. ആർക്ക്? ഒരു അറസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അല്ലേ? ഒന്നെന്താ പറഞ്ഞേ? അറസ്റ്റിന്റെ കാരണം അറിയാനുള്ള അവകാശം. മറ്റേത് ഇഷ്ടമുള്ള അഭിഭാഷകരുമായി ആലോചിക്കാനും അദ്ദേഹം മുഖേന കേസ് വാദിക്കാനുമുള്ള അവകാശം. അടുത്ത 24 മണിക്കൂറിനകം തൊട്ടടുത്തുള്ള മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക ചെയ്യണം. 22 ഓക്കെയാണോ? 20 തിരിഞ്ഞു പോകല്ലേ? ഇത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ചോദ്യം തരുമ്പോൾ എപ്പോഴും ഒന്ന് 22 ചോദിച്ചിട്ട് 20 ഒരു സ്റ്റേറ്റ്മെന്റ് തരും, അല്ലെങ്കിൽ 20 ചോദിച്ചിട്ട് 22 ഒരു സ്റ്റേറ്റ്മെന്റ് തരും. ഓക്കെ. അപ്പൊ 20 എന്താ പറയുന്നേ? കുറ്റ ആരോപിതനായ അല്ലേ? അപ്പൊ ആരോപിച്ച ഒരാൾക്ക് എന്തൊക്കെ കൊടുക്കണമെന്ന് നമുക്കറിയാം. 22 എന്താ പറയണേ? അറസ്റ്റ് ചെയ്ത ഒരാൾക്ക് എന്തൊക്കെ കൊടുക്കണമെന്നാണ് പറയുന്നത് അല്ലേ? ഇനി അടുത്ത കരുതൽ തടങ്കലിലോട്ടാണ് പോകുന്നത്. കരുതൽ തടങ്കൽ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? ഡിറ്റൻഷൻ. അതാണ് ഡിറ്റൻഷൻ. കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്ന കരുതൽ തടങ്കലിൽ വെക്കണം. അപ്പൊ നമ്മളൊരു കുറ്റം ചെയ്യാൻ എന്തുണ്ട്? സാധ്യത ഉണ്ട് എങ്കിൽ നമ്മൾ ആർക്ക് അറസ്റ്റ് ചെയ്യാം? ഈ നിയമപ്രകാരം പോലീസിന് അറസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു വ്യക്തി രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്കോ ക്രമസമാധാനത്തിനോ ഭീഷണിയാകുന്ന സന്ദർഭങ്ങളിൽ വിചാരണ കൂടാതെ തടവിൽ വെക്കാനുള്ള എന്തുണ്ട്? അധികാരം ഉണ്ട്. എന്താ പറഞ്ഞാൽ ഒരു വ്യക്തി രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്കോ ക്രമസമാധാനത്തിനോ ഭീഷണി ഉണ്ടാവും.
ക്ലിയർ ആണോ? രാജ്യത്തിന്റെ സുരക്ഷയ്ക്കോ ക്രമസമാധാനത്തിനോ ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കരുതൽ തടങ്കലിൽ വെക്കാനുള്ള അധികാരമുണ്ട്. ഇവിടെ നമ്മുടെ +1 ടെക്സ്റ്റിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. രാഷ്ട്രത്തിന്റെ സുരക്ഷിതത്വം, ക്രമസമാധാന പാലനം. ഏതൊക്കെയാണ്? സുരക്ഷിതത്വം, ക്രമസമാധാന പാലനം. ഇവിടെ നമുക്ക് തെറ്റിപ്പോകാൻ ഒരു കാര്യമാണ്. അവശ്യ സാധനങ്ങളുടെ വിതരണവും സേവനവും സംബന്ധിച്ച നടപടികൾക്ക് ഒരു വ്യക്തി ഭീഷണിയായി മാറുമ്പോൾ അയാളെയും എന്ത് ചെയ്യാം? കരുതൽ തടങ്കൽ പ്രകാരം അറസ്റ്റ് ചെയ്യാം. ഓക്കെ, ഈ സെന്റൻസ് ശ്രദ്ധിച്ചോളാം. എങ്ങനെ പറയാം? അവശ്യ സാധനങ്ങളുടെ വിതരണവും സേവനവും സംബന്ധിച്ച നടപടികൾക്ക് ഒരു വ്യക്തി ഭീഷണിയാകുമ്പോൾ. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു പ്രളയം ഉണ്ടായി എന്ന് വെച്ചു. ഓക്കെ, അവിടെ എന്ത് ചെയ്യണം? അവശ്യ സാധനങ്ങൾ എന്ത് ചെയ്യണം? എത്തിക്കണം. എന്നാൽ ചില രാഷ്ട്രീയ കക്ഷികളുടെ ഇടപെടൽ മൂലം അയാൾ ഇപ്പം എന്ത് ചെയ്യുന്നില്ല? സമ്മതിക്കില്ല, അല്ലെങ്കിൽ വഴി വിട്ടു കൊടുക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യാം? കരുതൽ തടങ്കൽ പ്രകാരം അറസ്റ്റ് ചെയ്യാം. ഇതിന് കീഴിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനുള്ള അധികാരമുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു വ്യക്തി എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു. ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ട്? രാജ്യത്തിന്റെ സുരക്ഷിതത്വം, പിന്നെ ക്രമസമാധാന പാലനം, പിന്നെ അവശ്യ സാധനങ്ങളുടെ വിതരണവും സേവനവും സംബന്ധിച്ച് ഒരാൾ തടസ്സം നിൽക്കുകയാണെങ്കിലും അറസ്റ്റ് ചെയ്യാം. ഇനി അങ്ങനെ ചെയ്ത വ്യക്തിക്ക്, അങ്ങനെ കരുതൽ തടങ്കലിൽ വെച്ച വ്യക്തിക്ക് എന്തൊക്കെ സംരക്ഷണങ്ങൾ കിട്ടുമെന്നാണ് പറയുന്നത്. 1, 3 മാസത്തിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റൂല? കരുതൽ തടങ്കലിൽ വെക്കാൻ പറ്റില്ല. അത് തന്നെ ധാരാളമാണ് അല്ലേ? 3 മാസത്തിൽ കൂടുതൽ കരുതൽ തടങ്കലിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? വെക്കാൻ പാടില്ല. 3 മാസത്തിന് ശേഷവും വെക്കാം. എങ്ങനെ വെക്കണം? ഒരു പുനഃപരിശോധനാ സമിതിക്ക് മുമ്പാകെ എന്ത് ചെയ്യണം? ഇയാളെ ഹാജരാക്കണം. അവർ നിരീക്ഷിക്കണം. നിരീക്ഷിച്ച് റിപ്പോർട്ട് കൊടുത്ത അടിസ്ഥാനത്തിൽ ഇയാളെ ഇനിയും പുറത്തു വിട്ടാൽ വിഷയമാവും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം? അതിന് ശേഷവും കരുതൽ തടങ്കലിൽ വെക്കാം. അപ്പോൾ പ്രഥമ ദൃഷ്ട്യാ 3 മാസത്തിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റൂല? തടവിൽ പാർപ്പിക്കാൻ കഴിയില്ല. ഇനി ആ അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കലിൽ വെക്കുന്ന വ്യക്തിയെ അയാൾക്കെതിരെ അത് എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്നും അയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റവും എന്ത് ചെയ്യണം? അറിയിച്ചിരിക്കണം. ആ വ്യക്തിയെ കാരണവും ചുമത്തിയിരിക്കുന്ന കുറ്റവും എന്ത് ചെയ്യണം? അറിയിച്ചിരിക്കണം. ഒരു വ്യക്തിക്ക് അതിനെതിരെ ബന്ധപ്പെട്ടവർക്ക് പരാതി കൊടുക്കാനുള്ള അധികാരം ഉണ്ടാ? കരുതൽ തടങ്കലിലാണ് ഇരിക്കണം. ഉണ്ടാ? ഞാൻ വിചാരിച്ചു നിങ്ങൾ നേരെ തിരിച്ചു പറയുന്നു. അതുകൊണ്ടാണ് ഒരു വ്യക്തിക്ക് അതിനെതിരെ ബന്ധപ്പെട്ടവർക്ക് നിവേദനം നൽകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യയിൽ ഇങ്ങനെ കരുതൽ തടങ്കൽ പ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തിയെ ചോദിച്ചാൽ AKG. ആരാണ്? AKG. ക്വസ്റ്റ്യൻ എങ്ങനെ വരും? ഇന്ത്യയിൽ കരുതൽ തടങ്കൽ പ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി. അപ്പൊ കരുതൽ തടങ്കൽ പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്ത് എന്തൊക്കെ അവകാശങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞാൽ 3 മാസത്തിൽ കൂടുതൽ തടവിൽ വെക്കാൻ പാടില്ല. അങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരു പുനഃപരിശോധന ഉപദേശക സമിതിക്ക് മുമ്പാകെ കേസ് കൊണ്ടുവരണം. ഇനി വ്യക്തിയെ കാരണവും ചുമത്തിയിരിക്കുന്ന കുറ്റം എന്ത് ചെയ്യണം? അറിയിച്ചിരിക്കണം. വ്യക്തിക്ക് അതിനെതിരെ ബന്ധപ്പെട്ടവർക്ക് എന്ത് ചെയ്തു? നിവേദനം കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്ന ആർട്ടിക്കിൾ 22 എന്തായാലും പറയുന്നത്? അന്യായമായ അറസ്റ്റിനും കരുതൽ തടങ്കലിനെതിരായ സംരക്ഷണം. ഇനി അടുത്ത് മൗലികാവകാശങ്ങൾ. അടുത്ത് ചൂഷണത്തിന് എതിരായ അവകാശം. എത്ര ആർട്ടിക്കിളിൽ പറയുന്നു? 2. 23ഉം 24ഉം ചൂഷണത്തിന് എതിരെ. ഇതില് 23 പറയുന്നത് മനുഷ്യക്കടത്ത്. പറഞ്ഞോ? മനുഷ്യക്കടത്ത്, അടിമ സമ്പ്രദായം. എന്താണ് അടിമ സമ്പ്രദായം? നിർബന്ധിത തൊഴിലെടുപ്പ്. എന്താണ് നിർബന്ധിത തൊഴിലെടുപ്പ്? 3 കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. മനുഷ്യക്കടത്ത്, അടിമയാക്കുന്നത്, നിർബന്ധിത തൊഴിലെടുപ്പ്. അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്കായി സ്ത്രീകളെയും കുട്ടികളെയും ഉപയോഗിക്കുന്നതും ഈ വകുപ്പ് പ്രകാരമാണ് തടയുന്നത്. അതായത് മോശപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി സ്ത്രീകളെയും കുട്ടികളെയും ഉപയോഗിക്കുന്നത് തടയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 23. അപ്പൊ 23 കീഴിൽ വരുന്നതാണ് മനുഷ്യക്കടത്ത്, അടിമത്ത സമ്പ്രദായം, നിർബന്ധിത തൊഴിലെടുപ്പ്, അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്കായി സ്ത്രീകളെയും കുട്ടികളെയും ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? 24 നമുക്കെല്ലാം അറിയാം അല്ലേ? എന്താ? ബാലവേല. PSC ഒരുപാട് വട്ടം ചോദിച്ച് തളർന്നതാണ് 24. 14 എത്ര വയസ്സിന് താഴെയുള്ള? 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ഫാക്ടറികൾ, ഖനികൾ, അപകട സാധ്യതയുള്ള തൊഴിലുകൾ എന്നിവ എടുക്കുന്നതിനെയാണ് ഈ ആർട്ടിക്കിൾ പ്രകാരം തടയുന്നത്. ഏതൊക്കെയാണ്? ഫാക്ടറികൾ, ഖനികൾ, അപകട സാധ്യതയുള്ള തൊഴിലെടുപ്പ്. ആർട്ടിക്കിൾ 24 ആകുമ്പോൾ എത്ര വയസ്സിന് താഴെയുള്ള? 14 വയസ്സിന് താഴെയുള്ള.
അല്ലേ? എന്നാൽ ഈ നിയമത്തിൻ്റെ ലൂപ്പ് ഹോളുകളൊക്കെ എടുത്തുകൊണ്ട് ചിലരെന്ത് ചെയ്യും, കുട്ടികളല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു നിയന്ത്രണം വരണം അല്ലേ? അങ്ങനെയാണ് പിന്നീട് ബാലവേല നിരോധന നിയമം, ബാലവേല നിരോധന നിയമം. എന്താണ് ബാലവേല നിരോധന നിയമം? ഇത് വന്നത് എന്നറിയാമോ? 1986 ബാലവേല നിരോധന നിയമം എന്നാണ് 1986. ഇതറിയായിരിക്കുമല്ലോ, ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. അപ്പൊ ബാലവേല നിരോധന നിയമം വന്നത് എന്ന് വെച്ചാൽ 1986. ഇനി ചോദിക്കട്ടെ, മനുഷ്യക്കടത്ത് നിരോധന ദിനം ജൂലൈ 30 എന്നാണ്. ജൂലൈ 30 എന്താണ് മനുഷ്യക്കടത്ത് നിരോധന നിയമം എന്നാണ്. ജൂലൈ 30 ദിനം അങ്ങനെയല്ലേ പറഞ്ഞേ? മനുഷ്യക്കടത്ത് നിരോധന ദിനം എന്നാണ് ജൂലൈ 30. ഇത്രയും ഓക്കെയാണോ? അപ്പൊ ചൂഷണത്തിന് എതിരായ അവകാശങ്ങൾ ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? 23. ബാലവേലയെ പറയുന്നത് 24. സ്ത്രീകളെ അസാൻമാർഗീയ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കില്ലെന്ന് പറയുന്നത് 23. അടിമത്തത്തെ കുറിച്ച് പറയുന്നത്, മനുഷ്യക്കടത്തിനെ കുറിച്ച് പറയുന്നത്, നിർബന്ധിത തൊഴിലെടുപ്പിനെ കുറിച്ച് പറയുന്നത്, 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫാക്ടറികളിൽ ഖനികളിൽ അപകട സാധ്യതയുള്ള തൊഴിലെടുപ്പിക്കില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 24. അടുത്ത അവകാശമാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. എത്ര മുതൽ എത്രയെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ എന്തിനെ കുറിച്ച് പറയുന്നു? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ആർട്ടിക്കിൾ 25 നമുക്കറിയാം. മതസ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ? ആർട്ടിക്കിൾ 25 ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും പ്രചരിപ്പിക്കാനും അനുഷ്ഠിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം എന്ത് പറയുന്നു? ആർട്ടിക്കിൾ 25 പറയുന്നത് എന്തൊക്കെയാണ്? ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും പ്രചരിപ്പിക്കാനും അനുഷ്ഠിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ആർട്ടിക്കിൾ 26 അതിൽ പറയുന്ന മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം. മതപരമായ കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യും. അങ്ങനെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഒരു സ്ഥാപനം ഉണ്ടാവണം അല്ലേ? ആ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും പരിചരിക്കുന്നതിനുമുള്ള അവകാശം നൽകുന്നു. അപ്പൊ 26 മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. അതോടൊപ്പം എങ്ങനെ പഠിച്ചു വയ്ക്കുക? ഒരു സ്ഥാപനം സ്ഥാപിക്കുന്നതിനും പരിചരിപ്പിക്കാനും അത് നടത്തിക്കൊണ്ടുപോകുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ഒക്കെയുള്ള അധികാരം ഏത് തരുന്നു? ആർട്ടിക്കിൾ 26. ഇനി 27 അത് തന്നെയാണ്, നികുതി കൊടുക്കണ്ട അല്ലേ? നമ്മളിപ്പോൾ ഒരു മതവിശ്വാസിയാണ് അല്ലേ? ഇസ്ലാം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ, പള്ളി അമ്പലമൊക്കെ ഇല്ലേ? അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചില പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ മാസം ആ കുടുംബത്തിനൊരു ഫീസുണ്ട് അല്ലേ? ഇത്ര രൂപ വീതം എല്ലാവർക്കും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ അമ്പലത്തിൽ നമ്മൾ വിശ്വസിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ പള്ളിയിൽ വിശ്വസിക്കുന്നതുകൊണ്ട് നമുക്കത് എന്ത് ചെയ്യണം? അവർക്ക് പൈസ കൊടുക്കണം അല്ലേ? അങ്ങനെ അവർ പൈസ വാങ്ങിക്കുന്നത് പോലെ നമുക്കത് കൊടുക്കാതിരിക്കാനും എന്തുണ്ട്? അവകാശമുണ്ട്. നമ്മൾ അതിൽ കൊടുത്തില്ലെന്നും പറഞ്ഞ് നമ്മുടെ അവിടെ നിന്ന് പുറത്താക്കാൻ എന്ത് ചെയ്യില്ല? പറ്റത്തില്ല. ഓക്കെ, അതാണ് ആർട്ടിക്കിൾ 27 പറയുന്ന. വ്യക്തമായി പറഞ്ഞുതരാം. മതത്തിന്റെ ഉന്നമനത്തിനും പരിപാലിക്കുന്നതിനും വേണ്ടി നികുതി അടയ്ക്കുന്നതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഓക്കെ, മതത്തിന്റെ ഉന്നമനത്തിനും പരിപാലനത്തിനും വേണ്ടിയുള്ള നികുതി അടയ്ക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. പക്ഷെ ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും ചില സാഹചര്യങ്ങളിൽ അവർക്ക് എന്ത് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്? പൈസ നമ്മളിൽ നിന്നും വാങ്ങാനും അവർക്ക് എന്തുണ്ട്? അധികാരം ഉണ്ട്. അപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? ഇത് പിന്നെ താഴോട്ടെടുത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് വിചാരിക്കണം, ഇങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ, എങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ട? കേസിന് പോവേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മൗലിക അവകാശം ഇത് അനിയന്ത്രിതമല്ല അല്ലേ? അനിയന്ത്രിതമല്ല. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അതിന് അർത്ഥതലത്തിലേക്ക് വരുന്നത്. ഓക്കെയാണോ ഇത്? അപ്പൊ 25 മുതൽ 28. 25 പറഞ്ഞ എന്താണ്? ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അനുഷ്ഠിക്കാനും അവകാശമുണ്ട്. 26 എന്ത് പറയുന്നു? സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും നടത്തിക്കൊണ്ടുപോകുന്നു, അതായത് കൈകാര്യം ചെയ്യുന്നതിനുള്ള അവകാശം. 27 എന്ത് പറയണ? നികുതിയിൽ നിന്ന് മോചനം അല്ലെ? 28 അതായത് ഗവൺമെന്റ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് ഭരണഘടന വിലക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാണ് കേട്ടോ. ആർട്ടിക്കിൾ 28 ഗവൺമെന്റ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് ഭരണഘടന എന്ത് ചെയ്യുന്നു? വിലക്കുന്നു. ഏത് ആർട്ടിക്കിൾ? 28. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് 20 പഠിച്ചു, 21 പഠിച്ചു, 22 പഠിച്ചു,
23, 24 എന്താണ്? ചൂഷണത്തിൽ നിന്നൊരു അവകാശം. 25 മുതൽ 28 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അടുത്ത് 29, 30 സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. നമ്മളെ മൗലിക അവകാശങ്ങൾ ഇന്ത്യയിലെ എല്ലാ പൗരനും ബാധകമാണ് അല്ലെ, എല്ലാ പൗരനും ഉൾപ്പെടെ. പക്ഷേ ഈ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം ഇത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണ്. എല്ലാ പൗരന്മാർക്കുള്ളതാണോ എന്ന് വെച്ചാൽ അല്ല, ഇതിൽ പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഓക്കെ, ഈ ന്യൂനപക്ഷം എന്ന പദം ഇന്ത്യൻ ഭരണഘടനയിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് ആർട്ടിക്കിൾ 29-ലാണ്. നമുക്ക് ന്യൂനപക്ഷം എന്ന പദം ഭരണഘടനയിൽ ആദ്യം എവിടെ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 29-ലാണ് കാണാൻ പറ്റുന്നത്. ഇന്ത്യയുടെ ഏത് ഭാഗത്തും ജീവിക്കുന്ന പൗരനും സ്വന്തം ഭാഷ, ലിപി, സംസ്കാരം ഇവയൊക്കെ എന്ത് ചെയ്യുന്നു? സംരക്ഷിക്കുന്നതിന് അധികാരം ഉണ്ടായിരിക്കും. ഭാഷ, ലിപി, സംസ്കാരം ഇതൊക്കെ എന്ത് ചെയ്യുന്നു? സംരക്ഷിക്കുന്നതിനുള്ള അധികാരം. ഈ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ഏത് വിഭാഗമായിരിക്കും? അതായത് എത്ര തരത്തിൽ ന്യൂനപക്ഷം ഉണ്ടാവും? ന്യൂനപക്ഷങ്ങൾക്ക് നിർവചനം എന്ന് വേണമെങ്കിൽ ഭരണഘടന വ്യക്തമായി നിർവചനം പറഞ്ഞിട്ടില്ല. പക്ഷേ ഭാഷാ ന്യൂനപക്ഷം പറഞ്ഞിട്ടുണ്ട്, മത ന്യൂനപക്ഷങ്ങളൊന്ന്, 2 തരത്തിലുള്ള ന്യൂനപക്ഷം. ഏതൊക്കെയാണ്? ഭാഷാ ന്യൂനപക്ഷവും പറഞ്ഞിട്ടുണ്ട്, മത ന്യൂനപക്ഷവും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യയുടെ ഏത് ഭാഗത്ത് ജീവിക്കുന്ന പൗരനോ സ്വന്തം ഭാഷ, ലിപി, സംസ്കാരം എന്നിവ സംരക്ഷിക്കുന്നതിനൊക്കെയുള്ള അധികാരം ഏതിലുണ്ടായിരിക്കും? ആർട്ടിക്കിൾ 29 പ്രകാരം ഉണ്ടായിരിക്കും. ഇനി രാഷ്ട്രത്തിന്റെ ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജാതി, മതം, വർഗം, ഭാഷ എന്നിവയുടെ പേരിൽ പ്രവേശനം നിഷേധിക്കാൻ പാടില്ല. ഇതും 29 കീഴിൽ വരുന്നതാണ്. എന്താണ്? രാഷ്ട്രത്തിന്റെ ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജാതി, മതം, വർഗം, ഭാഷ ഇവയുടെ പേരിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? നിഷേധിക്കാം. പ്രവേശനം അഡ്മിഷൻ കൊടുക്കാതിരിക്കാൻ പാടില്ല. ഇനി ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സഹായം നൽകുമ്പോൾ ന്യൂനപക്ഷ സമുദായങ്ങളുടെ മാനേജ്മെന്റിനുള്ള കീഴിലുള്ള സ്ഥാപനങ്ങളോട് വിവേചനം കാണിക്കാൻ പാടില്ലെന്നും ഇവിടെ പറയുന്നു. 29 പറഞ്ഞു. ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സഹായം കൊടുക്കുകയാണ്. അപ്പൊ ന്യൂനപക്ഷ സമുദായങ്ങളോടുള്ള മാനേജ്മെന്റില്ലേ, അവർക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളോട് വിവേചനം കാണിക്കാൻ പാടില്ലെന്നും പറയുന്നു. ഇനി ആർട്ടിക്കിൾ 30 എന്താണെന്ന് നോക്കാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തിക്കൊണ്ടുപോകുന്നതിനും അവയുടെ പരിപാലനത്തിനും എന്ത് അവകാശം ഉണ്ട്? അപ്പം 29 സംബന്ധിച്ച് ചോദിക്കാൻ സാധ്യത ഇതേ ഉള്ളൂ. ന്യൂനപക്ഷം എന്ന പദം എവിടെ കാണാൻ പറ്റും? ആർട്ടിക്കിൾ 29. 29, 30 എന്താ പറയുന്നത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം. 30 എന്താ പറയുന്നത്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തിക്കൊണ്ടുപോകുന്നതിനും അവകാശം ഉണ്ടായിരിക്കും. അപ്പം 30 വരെ നമ്മൾ പറഞ്ഞു. ഇനി അതുണ്ട് 31 ഉണ്ടാ? ഇല്ല. ഏതാണ്? സ്വത്തവകാശം ആയിരുന്നു അല്ലേ? സ്വത്തവകാശം എങ്ങോട്ട് മാറ്റി? മൗലിക അവകാശമായിരുന്നു. മുമ്പ് 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ എത്രയുള്ളൂ? 6. ആ സ്വത്തവകാശത്തിന് എടുത്ത് നിയമ അവകാശം 31 എടുത്ത് ഏലോട്ടാക്കി 300 ഏലാക്കി. 300 ഏല് ഭാഗം 12. ഭാഗം എത്രയിലാണ്? 12. സ്വത്തവകാശം ഇപ്പം ഭാഗം ഏതിലാണ്? 12-ലായിരുന്നു. ഓക്കെ, ഏത് ഭേദഗതി എന്നറിയോ? 44. ഏത് വർഷത്തെ? 78. 1978-ലെ 44-ാം ഭേദഗതി പ്രകാരം സ്വത്തവകാശത്തെ നിയമ അവകാശമാക്കി മാറ്റി. ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിയമ അവകാശം എന്ന് കാണില്ല, എന്തേ കാണുമല്ലോ? ഭരണഘടനാപരമായ അവകാശമേ കാണുള്ളൂ. നിയമാവകാശം എന്ന് കാണൂല, ഭരണഘടനാപരമായ അവകാശം എന്നേ കാണുള്ളൂ. ഓക്കെ, ഈ സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമല്ലെന്നും ഭേദഗതിയിലൂടെ ഈ അവകാശം പരിമിതപ്പെടുത്താമെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഇത് 1973-ലാണ്. അതായത് സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമല്ലെന്നും ഭേദഗതിയിലൂടെ എന്ത് ചെയ്യാം? മാറ്റം വരുത്താമെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. 73-ലാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 78-ലെ ഏത് ഭേദഗതി? 44 ഭേദഗതി വരുന്നത്. ഈ സ്വത്തവകാശം മൗലികാവകാശം ആക്കണമായിരുന്നോ? വേണ്ട. എന്താ കാര്യം? നമ്മളിപ്പോൾ പ്രോപ്പർട്ടി ഗവൺമെന്റിന് ഏറ്റെടുക്കണം അല്ലേ? പിന്നെ മൗലികാവകാശങ്ങളുടെ മേൽ കൈവച്ചു എന്നും പറഞ്ഞാൽ നമ്മൾ കേസിന് പോകും. അത് വലിയൊരു ബാധ്യതയായി ഗവൺമെന്റിന് മാറും. അത് നല്ലൊരു കാര്യമാണ്. എന്ത് ചെയ്യുന്നു? സ്വത്തവകാശം അതുകൊണ്ട് തന്നെ മൗലികാവകാശങ്ങളിൽ നിന്നും എടുത്തു മാറ്റി നിയമ അവകാശമുണ്ട്. അപ്പം നമുക്ക് നമ്മളെ സ്വത്തിനെ അപഹരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും കേസിന് പോവാം. നിയമ ഭരണഘടന ഉറപ്പു നൽകുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അവകാശം, റൈറ്റ് ആണ്.
ഓക്കെ ആണോ? ഇനി 31 നമ്മൾ എവിടെ ഇടയ്ക്ക് മാറ്റി എന്ന് പറഞ്ഞു അല്ലേ? ഇനി 32 ഉണ്ട് അല്ലേ? 32 നമുക്കറിയാം, ഭരണഘടനാപരമായ പ്രതിവിധിക്ക് അല്ലെങ്കിൽ പരിഹാരം കാണാനുള്ള അവകാശം. നമ്മളെ റിട്ടുകളെയൊക്കെ ബന്ധിപ്പിക്കുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 32 അല്ലേ? നമ്മുടെ മൗലിക അവകാശത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് നമ്മൾ പറഞ്ഞില്ല, സർദാർ വല്ലഭായ് പട്ടേൽ. ആർട്ടിക്കിൾ 32 ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ BR അംബേദ്കർ. സംശയം എന്താ? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന ആർട്ടിക്കിൾ 32 വിശേഷിപ്പിച്ചത് ഡോക്ടർ BR അംബേദ്കർ. 32 നമുക്കറിയാം അല്ലേ? ശരി, ഇനി അത് പറയണ്ടല്ലോ. ഇനി 33 സായുധ സേന അംഗങ്ങളുടെ മൗലിക അവകാശങ്ങൾ. എന്താണ് സായുധ സേന അംഗങ്ങളുടെ മൗലിക അവകാശം? ഇപ്പോൾ ഒരു മിലിറ്ററി പാരാമിലിറ്ററിയിലൊക്കെ ജോലി ചെയ്യുന്നവർ അല്ലേ, അവർക്ക് ഈ മൗലിക അവകാശമെല്ലാം ആവശ്യമുണ്ടോ? ഉണ്ട്, പക്ഷെ എല്ലാ സമയത്തും അവിടെ പാലിക്കപ്പെടുന്നതുണ്ടോ? ഇല്ല. അവർക്ക് ചിലപ്പോൾ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടോ അല്ലേ, ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടോ അവകാശങ്ങൾ എന്ത് ചെയ്യാം? നിഷേധിക്കപ്പെടാം. അപ്പോൾ അവിടെ ചോദ്യം ചെയ്യാൻ പറ്റൂല. അവിടെ അതാണ് ഈ പറയുന്ന സായുധ സേനാ അംഗങ്ങളുടെ മൗലിക അവകാശം. 34 പട്ടാള നിയമം. പട്ടാള നിയമം വരുമ്പോൾ എങ്ങനെയാണ് മൗലിക അവകാശങ്ങൾ എന്നാണ് പറയുന്നത്. 34 എന്ത് പറയുന്നു? പട്ടാള നിയമം. 35 അതായത് മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പൂർണ്ണ അധികാരം ആർക്കായിരിക്കും? പാർലമെന്റിനായിരിക്കും. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പൂർണ്ണ അധികാരം, അതായത് അത് ഭേദഗതി ചെയ്യുന്നതിനും അതിൽ മാറ്റം വരുത്തുന്നതിനും എന്നാണ് ഉദ്ദേശിക്കുന്നത്. മാറ്റം വരുത്തുന്നതിനും അധികാരം ആർക്കായിരിക്കും? പാർലമെന്റിനായിരിക്കും. എന്നാൽ സംരക്ഷിച്ച് കിട്ടുന്നതിന് ഇതിന്റെ സംരക്ഷകൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? സുപ്രീം കോടതി. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി. ഓക്കെ ആണോ? ഇനി ഇതുമായി ബന്ധപ്പെട്ട് 2-3 സ്റ്റേറ്റ്മെന്റുകൾ ഞാൻ പറയാം, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 1950 വരെ കൊൽക്കത്ത, ബോംബെ, മദ്രാസ് ഹൈക്കോടതികൾ മാത്രമേ റിട്ട് അധികാരം ഉണ്ടായിരുന്നുള്ളൂ. 1950 വരെ, 1950 കേട്ടോ, 50 വരെ കൊൽക്കത്ത, ബോംബെ, മദ്രാസ് ഹൈക്കോടതികൾക്ക് മാത്രം എന്ത് അധികാരം ഉള്ളായിരുന്നു? റിട്ട് അധികാരം ഉണ്ടായിരുന്നുള്ളൂ. ശരിയാണോ? ശരിയാണ്. ഇനി സുപ്രീം കോടതിക്ക് മൗലിക അവകാശങ്ങളുടെ നിർവഹണത്തിന് മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയൂ. ഹൈക്കോടതിക്ക് മറ്റേതെങ്കിലും കാര്യത്തിനും റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയും. ശരിയാണ് കേട്ടോ, ശ്രദ്ധിച്ചോ. സുപ്രീം കോടതിക്ക് മൗലിക അവകാശങ്ങളുടെ നിർവഹണത്തിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയുള്ളൂ. എന്നാൽ ഹൈക്കോടതിക്ക് മറ്റേതെങ്കിലും കാര്യവുമായി ബന്ധപ്പെട്ടും എന്ത് ചെയ്യാം? റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയൂ. അതായത് റിട്ടുകളുടെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ അധികാര പരിധിയെ ഹൈക്കോടതിയേക്കാൾ പരിമിതമാണ്. അതായത് സുപ്രീം കോടതിക്ക് കുറവും ഹൈക്കോടതിക്ക് അധികാര പരിധി കൂടുതലുമാണ്. അതായത് ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോഴാണ് ഏത് കൂടുതൽ എന്ന് പറയുന്നത്? ഹൈക്കോടതിക്ക് അധികാര പരിധി കൂടുതൽ എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇന്ത്യ എന്നൊരു പ്രദേശം മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അതായത് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന ഒരു റിട്ട് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും പോകുന്ന വെച്ചാൽ ബാധകമാണ്. എന്നാൽ ഹൈക്കോടതി അതിന്റെ പരിധിയിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റിട്ട് പുറപ്പെടുവിക്കാനുള്ളൂ. അപ്പോൾ ഹൈക്കോടതിക്ക് അതിന്റെ പരിധിയിൽ മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാനുള്ളൂ. സുപ്രീം കോടതിക്ക് റിട്ട് ഇന്ത്യയിൽ മൊത്തം എന്താണ്? ബാധകമാണ്. എന്നാൽ സുപ്രീം കോടതിയെ അപേക്ഷിച്ച് ഹൈക്കോടതിക്ക് പരിധി കൂടുതൽ കേട്ടോ, അധികാര പരിധി കൂടുതൽ ഹൈക്കോടതിക്കാണ്. രണ്ടും കൂടെ തിരിഞ്ഞു പോലെ ആ അർത്ഥം മനസ്സിലാക്കി എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ. ആർട്ടിക്കിൾ 32 പ്രകാരം പ്രശ്നപരിഹാരത്തിന് സുപ്രീം കോടതിയെ സമീപിച്ചാൽ അത് സുപ്രീം കോടതിക്ക് നിരസിക്കാനാവില്ല. നിരസിക്കാൻ ആവില്ല. ആർട്ടിക്കിൾ 32 പ്രകാരം പ്രശ്നപരിഹാരത്തിന് നമ്മൾ എന്ത് ചെയ്യണം? സുപ്രീം കോടതിയെ സമീപിക്കണം. സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? നിരസിക്കാൻ പറ്റില്ല. ഇനി 226 ഹൈക്കോടതി റിട്ടുകളുമായി ബന്ധപ്പെട്ടല്ലേ? ഈ 226 ബന്ധപ്പെട്ട് നമ്മൾ ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. ഹൈക്കോടതിക്ക് നിരസിക്കാനാകും. ഹൈക്കോടതി കേസ് നോക്കിയതിന് ശേഷം അത് എന്ത് ചെയ്യാൻ പറ്റും? നിരസിക്കാനാവും. അപ്പോൾ ഇങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ആർട്ടിക്കിൾ 32 പ്രകാരം പ്രശ്നപരിഹാരത്തിന് സുപ്രീം കോടതിയെ സമീപിച്ചാൽ അത് നിരസിക്കാൻ ആവില്ല. ഓക്കെ. എന്നാൽ 226 പ്രകാരം പ്രശ്നപരിഹാരത്തിന് ഹൈക്കോടതിയെ സമീപിച്ചാൽ ഹൈക്കോടതിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അത് നിരസിക്കാൻ ആവും.
ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഭരണഘടന ഉറപ്പ് നൽകുന്നതും ജുഡീഷ്യറി സംരക്ഷിക്കുന്നതുമായ നിയമങ്ങളാണ് മൗലിക അവകാശങ്ങൾ. അല്ലേ? ഭരണഘടന ഉറപ്പ് നൽകുന്നത്, ശരി അല്ലേ? ജുഡീഷ്യറി സംരക്ഷിക്കും. ഇനി ജുഡീഷ്യറിയെ സംരക്ഷിക്കുന്നു എന്നാക്കിയാലോ? ജുഡീഷ്യറിയെ സംരക്ഷിക്കുന്നില്ല, ജുഡീഷ്യറി സംരക്ഷിക്കുന്നു. നോക്കിയോ, ഒരു ഗവൺമെന്റിന്റെ ഏകാധിപത്യ പ്രവർത്തനങ്ങളിൽ നിന്നും സ്വകാര്യ പൗരന്മാരുടെ അവകാശ നിഷേധങ്ങളിൽ നിന്നും വ്യക്തിയെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും സംരക്ഷിക്കുന്നു മൗലിക അവകാശങ്ങൾ. ശരിയല്ലേ? ശരിയല്ലേ? ഗവൺമെന്റ് ഇപ്പോൾ ഏകാധിപത്യ പോലെ പെരുമാറുന്നു, നമ്മുടെ മേൽ നമ്മുടെ അവകാശങ്ങൾ ലംഘിപ്പിച്ചുകൊണ്ട് ഒരു നിയമം കൊണ്ടുവരുന്നു, അല്ലേ? അല്ലെ ഇനി ഒരു സ്വകാര്യ വ്യക്തി നമ്മളെ അവകാശം നിഷേധിക്കുന്നു. ഇതിനെതിരെ എന്ത് ചെയ്യാം? വ്യക്തികളെയും ന്യൂനപക്ഷങ്ങളെയും ആര് സംരക്ഷിക്കുന്നു? മൗലികാവകാശം സംരക്ഷിക്കുന്നു. ഇനി പൗരന്മാരുടെ വ്യക്തിത്വ വികസനം ഉറപ്പാക്കുന്നു മൗലികാവകാശങ്ങൾ. ശരിയല്ലേ? അല്ലേ? നമുക്ക് മൗലികാവകാശങ്ങൾ അനുവദിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആ വ്യക്തി എന്നുള്ള നിലയിൽ എന്ത് ചെയ്യുന്നു? വികാസം സംഭവിക്കുന്നു. ജനാധിപത്യ വിജയം ഉറപ്പാക്കുന്നു. സംശയമല്ലേ? ഇല്ല. ജനാധിപത്യം മൗലികാവകാശങ്ങൾ പൂർണ്ണമല്ല. എല്ലാ മൗലിക അവകാശങ്ങൾക്കും ചില പരിമിതികളുണ്ട്. അതായത് പൂർണ്ണമോ അനിയന്ത്രിതമോ അല്ല. എങ്ങനെ പഠിക്കും? മൗലികാവകാശങ്ങൾ പൂർണ്ണമോ അനിയന്ത്രിതമോ അല്ല. ഓക്കെയാണോ? രാഷ്ട്രത്തിന്റെ ഏകപക്ഷീയമായ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ഒരു ഉറപ്പാണ് മൗലിക അവകാശങ്ങൾ. ശരിയല്ലേ? അങ്ങനെ പറയാം, രാഷ്ട്രത്തിന്റെ ഏകപക്ഷീയമായ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ഒരു ഉറപ്പാണ് മൗലിക അവകാശങ്ങൾ. ഇനി നോക്കിയോ, ശരിയാ തെറ്റാ നോക്കിയോ. ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളുടെ വിശദമായ ഒരു പട്ടിക ഉണ്ടായിരിക്കണമെന്നത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഐക്യകണ്ഠേനയുള്ള തീരുമാനമായിരുന്നു. ശരിയാണ് കേട്ടോ. ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളുടെ വിശദമായ ഒരു പട്ടിക ഉണ്ടായിരിക്കണമെന്ന് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഐക്യകണ്ഠേനയുള്ള തീരുമാനം ആയിരുന്നു. നമ്മൾ പറഞ്ഞു മൗലികാവകാശങ്ങൾക്ക് നെഗറ്റീവുമുണ്ട് പോസിറ്റീവുമുണ്ട്. മൗലിക അവകാശം സമയോചിതമായ മാറ്റങ്ങൾക്ക് വിധേയമാണ്. ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സ്വത്തവകാശം ആദ്യം മൗലികാവകാശം സമയോചിതമായ മാറ്റം ഉണ്ടായെന്ന് പറഞ്ഞു. അടിയന്തരാവസ്ഥയിൽ മൗലികാവകാശങ്ങൾ ഇല്ലാതാക്കാൻ ഗവൺമെന്റിന് അധികാരമുണ്ട്. മൗലികാവകാശം റദ്ദ് ചെയ്യാൻ ആർക്ക് അധികാരമുണ്ട്? ഗവൺമെന്റിന് അധികാരമുണ്ട്. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ആരാ? പാർലമെന്റ്, ലോക്സഭ, രാജ്യസഭ, രാഷ്ട്രപതി, ഇതൊക്കെ ചേർന്നാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്, അല്ലേ? ഇനി അടിയന്തരാവസ്ഥ കാലത്തും നിഷേധിക്കാൻ പറ്റാത്ത ആർട്ടിക്കിൾ ഏതാ? 21ഉം 21. അടിയന്തരാവസ്ഥ കാലത്തും റദ്ദ് ചെയ്യാൻ പറ്റാത്ത ആർട്ടിക്കിളാണ് 20ഉം 21. 20 എന്താ പറയണേ? കുറ്റാരോപിതരായുടെ അവകാശങ്ങളെ കുറിച്ച്. 21 എന്താ പറയണേ? ജീവനും വ്യക്തിസ്വാതന്ത്ര്യം. അതിൽ പറയുന്നുണ്ട്, അല്ലേ? നിയമപരമായ നടപടികളിലൂടെ മാത്രമേ ഒരാളെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അറസ്റ്റ് ചെയ്യാൻ, ഒരാൾക്ക് മേൽ നടപടിയെടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് വായിക്കട്ടെ. മൗലിക അവകാശങ്ങൾക്ക് എതിരായ ഒരു ബിൽ സഭ പാസാക്കിയാൽ അത് അസാധുവായി പ്രഖ്യാപിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. മൗലിക അവകാശങ്ങൾക്ക് എതിരായി ഒരു ബില്ല് നിയമസഭ പാസാക്കി അല്ലെങ്കിൽ ലോക്സഭ രാജ്യസഭ പാസാക്കി, അത് അസാധുവായി പ്രഖ്യാപിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. ഉണ്ടായിരിക്കും, ഇല്ലേ? മൗലികാവകാശം ഭേദഗതി മാറ്റാനേ പറ്റുള്ളൂ, അല്ലേ? നിയമം കൊണ്ടുവന്ന ആർട്ടിക്കിൾ ഏതാ പറയുന്നത്? 13 പറയുന്നത്. അത് നിഷേധിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. ഏത് ആർട്ടിക്കിൾ? 13. മൗലികാവകാശങ്ങൾ സ്റ്റേറ്റിന്റെ നിർവചനം 12. എന്താ സ്റ്റേറ്റ്? നമ്മുടെ രാജ്യത്തിന് കീഴിൽ വരുന്ന എല്ലാ അധികാര സ്ഥാപനങ്ങളും ഏതിന്റെ നിർവചനത്തിൽ പെടുന്നു? സ്റ്റേറ്റിന്റെ നിർവചനത്തിൽ പെടുന്നു. ഓക്കെയാണോ? അപ്പൊ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ടാമത്തെ ഭാഗം എന്ത് ചെയ്തു? ക്ലിയർ ചെയ്തു. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ വേറൊരു വിഷയമായി കാണാം.